ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നേ ചെറുപഴം കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ? ഒരു ചെറുപഴം പ്രഥമൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചെറുപഴം എടുത്ത് തൊലി കളഞ്ഞ് വച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ മുറിച്ചും ഇടാം. ഇപ്പോൾ അത് നന്നായിട്ട് ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ശർക്കര പാനിയാക്കാൻ പോവുകയാണ്. ശർക്കര നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ ആ കട്ടകളെല്ലാം അലിയിച്ചെടുത്തു. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കാൻ നോക്കുവാണ്. കശുവണ്ടി വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ കുറച്ച് ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കൊത്ത് കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വറുത്ത് കോരാൻ പോവുകയാണ്. ഇനി നമ്മൾ ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന പഴമില്ലേ, ആ പഴം അതിലേക്ക് നമ്മൾ ചേർക്കുവാണേ. ഇനി ഈ പഴം നമുക്ക് തുടരെ ഇളക്കി അതൊന്ന് അതിൻ്റെ ഒരു കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആവുന്നവരെ അതിൻ്റെ ഒന്ന് വേവിച്ചെടുക്കാം. പഴം ഒന്ന് വെന്തു അതിനിങ്ങനെ വിട്ട് പോരുന്ന പോലെ ആവുമ്പോഴേക്കും നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന ആ ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമുക്ക് അരിച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി വീണ്ടും ഇത് തുടരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ആ ശർക്കര ആ പഴത്തിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വിളഞ്ഞു വരണം. ആ ശർക്കരയും പഴവും തമ്മിൽ നന്നായിട്ട് ലയിച്ച് അതൊന്ന് കുറുകി വരുന്ന ആ പരുവത്തിൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് അതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് 2ാം പാലാണ് എടുത്തു വെച്ചിരുന്നത്. അത് മുഴുവനോടെ അതിലേക്ക് ചേർത്തു. കുറേശ്ശായിട്ട് ചേർത്ത് ഇളക്കി കൊടുത്താലും മതി. അത് വല്ലാതെ അങ്ങ് പിരിഞ്ഞ പോലെ ആവരുത്. പതുക്കെ ഇളക്കി കൊടുത്ത് അത് യോജിപ്പിച്ച് എടുക്കണം.
അങ്ങനെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തലപ്പാൽ ഒഴിക്കാം. ഞാൻ 1/2 കപ്പ് തലപ്പാൽ മാത്രമാണ് ഇവിടെ ഒഴിച്ചത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. ആ ചട്ടിക്കുള്ള ചൂടിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെറിയ ജീരകവും ഏലക്കയും കൂടി പൊടിച്ച പൊടി ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചുക്കുപൊടി കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന കശുവണ്ടിയും തേങ്ങാക്കൊത്തും കൂടി ചേർത്താൽ പായസം റെഡി. താങ്ക് യു.